അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024 നടന്ന പൊതുപരീക്ഷയുടെ 10ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ആദ്യമായി വിവരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കമ്മിലിൽ ഫറാഗ ബിമ യുനാസിബു, യോജിച്ച ഭാഗം വിട്ട ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. കാഫിറുൻ, മ തശാഉ, അൽ മുത്തഖി, അർറിള, സുലാല, വുജൂഹിഹിം, അത്തസ്ലീമു, ജവ്വസഹ, അഖ്ദാമിഹിം, അൽ ഖലാഉ. ഈ പദങ്ങളെല്ലാം താഴെ കൊടുത്ത വാചകത്തിലേക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. നമുക്കതിൻ്റെ ശരിയായ ഉത്തരത്തോടുകൂടി തന്നെ നമുക്ക് നോക്കാം. ചോദ്യം 1. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിമ്മാഇൻ മഹീൻ. ചോദ്യം 2. ഫമനിദ്ദഅ അന്നുബുവത ഔ ജവ്വസഹ ലിഅഹദിൻ ബഅദഹു ഫഹുവ കാഫിറുൻ ലാ റൈബ ഫീഹി. ചോദ്യം 3. വൽ അക്രമു ഇൻദല്ലാഹി തആല ഹുവ അൽ മുത്തഖി. ചോദ്യം 4. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖലാഉ. ചോദ്യം 5. ഇന്നല്ലദി അംശാഹും അലാ അഖ്ദാമിഹിം ഖാദിറുൻ അലാ അൻ യംശിയഹും അലാ വുജൂഹിഹിം. ചോദ്യം 6. ഫഅലൽ മുഅ്മിനി അർറിളാ ബിൽ ഖദരി വത്തസ്ലീമു താമ്മു ലില്ലാഹി തആല. ഇങ്ങനെയാണ് നമ്മൾ വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് അതിനെ പൂർത്തിയാക്കേണ്ടത്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബിൽ ജവാബ ബികലിമത്തിൻ വാഹിദ, ഒറ്റ കലിമത്ത് കൊണ്ട് ഉത്തരം എഴുതുക, അഥവാ ഒരു പദം കൊണ്ട് ഉത്തരം എഴുതണം. ചോദ്യം 1. മൻശഉൽ അശ്രിബത്തി മഹിയ. അശ്രിബത്തിൻ്റെ അഥവാ കുടിക്കുന്നതിൻ്റെ ഉറവിടം എന്താണ്? ഉത്തരം അത്തുറാബു, മണ്ണാണ്. ചോദ്യം 2. അസ്സഖിയു ബഈദുൻ അമ്മ. ധർമ്മിഷ്ഠൻ വിദൂരമായതാണ് എന്തിനെ തൊട്ട്? ഉത്തരം മിനന്നാരി, നരകത്തിൽ നിന്ന്. ചോദ്യം 3. അൽ അക്ലു ബിഷിമാലി ഷീമത്തുമൻ. ഇടത് കൈകൊണ്ട് തിന്നൽ ആരുടെ ശീലമാണ്? ഉത്തരം അശ്ശൈത്വാൻ. ചോദ്യം 4. മാദാ യഖൂലുൽ അംബിയാഉ ഇൻദ തലബിഹിം അശ്ശഫാഅ. ഷഫാഅത്തിനെ ആവശ്യപ്പെടുമ്പോൾ അംബിയാക്കൾ എന്താണ് പറയുന്നത്? ഉത്തരം മാ അനലഹ, അതിന് ഞാൻ അർഹനല്ല എന്നാണ്. ചോദ്യം 5. മനിൽ മുൻകിറൂന ലിൽ ഖദരി. ഖദറിനെ നിഷേധിക്കുന്നവൻ ആരാണ്? അവരെ പറയുന്ന പേരെന്താണ്? ഉത്തരം അൽ ഖദരിയ, ഖദരിയ എന്നാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ്, ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. അയ്യദല്ലാഹു തആല അൽ അംബിയാ വറുസുല ബിമ. അള്ളാഹു അംബിയാക്കളെയും മുർസലുകളെയും ശക്തിപ്പെടുത്തി എന്തുകൊണ്ട്? ഉത്തരം ബിമുഅ്ജിസാത്തിൻ കസീറ, ഒരുപാട് മുഅ്ജിസത്തുകൾ കൊണ്ട്. ചോദ്യം 2. സിൻഫാനി മിൻ ഉമ്മത്തി ലൈസ ലഹുമാ ഫിൽ ഇസ്ലാമി നസീബുൻ മൻഹുമ. എൻ്റെ സമുദായത്തിലെ 2 വിഭാഗം ആളുകൾ, അവർക്ക് ഇസ്ലാമിൽ ഒരു നസീബുമില്ല, അഥവാ ഒരു സ്ഥാനവുമില്ല. അവർ ആരാണ്? ഉത്തരം അൽ മുർജിഅത്തു വൽ ഖദരിയ. മുർജിഅ എന്ന വിഭാഗവും ഖദരിയ എന്ന വിഭാഗവുമാണ്. ചോദ്യം 3. കൈഫൽ ഖിസാസു ബൈനൽ ഖലായിഖി. സൃഷ്ടികളുടെ ഇടയിൽ ഖിസാസ് എങ്ങനെയാണ്, അഥവാ പ്രതികാരം എങ്ങനെയാണ്? ഉത്തരം അൻ യഖുദല്ലാഹു ലിൽ മദ്ലൂമീന മിൻ ളാലിമിഹിം. ആക്രമിക്കപ്പെട്ടവർക്ക് വേണ്ടി ആരാണോ ആക്രമിച്ചത് അവനിൽ നിന്ന് അള്ളാഹു പിടിച്ചു നൽകുക എന്നതാണ്.
ചോദ്യം 4. യഷ്ഫഉ യൗമൽ ഖിയാമത്തി സലാസത്തുൻ മൻഹും. അന്ത്യനാളിൽ 3 വിഭാഗം ആളുകൾ ഷഫാഅത്ത് നൽകുന്നതാണ്. അവർ ആരെല്ലാം? ഉത്തരം: അൽ അംബിയാ ഉ സുമ്മൽ ഉലമാ ഉ സുമ്മ ശുഹദാ ഉ. അംബിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ എന്നിവരാണ്. ചോദ്യം 5. വമൻ അതാ അല്ലാഹ ഫി അംരിഹി വനഹീഹി ഫമാദാ യഹ്സുലു ലഹു. അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും അതേപോലെ അവനെ നിരോധിക്കേണ്ട കാര്യത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്താൽ, അഥവാ അള്ളാഹുവിനെ വഴിപ്പെടേണ്ട കാര്യത്തിലും അതേപോലെ തന്നെ അള്ളാഹു നിരോധിച്ച കാര്യത്തിലും, അള്ളാഹു കൽപ്പിച്ച കാര്യത്തിലും നിരോധിച്ച കാര്യത്തിലും അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ എന്താണ് അവന് ലഭിക്കുക? ഉത്തരം: റിദല്ലാഹി വസവാബുഹു. അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും ലഭിക്കുന്നതാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം തമ്മിമിൽ ഫറാഗ. വിട്ട ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇതാ ഇതിൻ്റെ പരിപൂർണമായ രൂപമാണ്, അഥവാ വിട്ട ഭാഗം പൂരിപ്പിച്ച രീതിയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചോദ്യം 2. വമൻ അറാദൽ ഇസ്സ ഫിദ്ദുന്യാ വദ്ദീനി വൽബർക്കത ഫിൽ അമലി വറിസ്ഖി ഫഅലൈഹി ബിതഖ്വല്ലാഹ്. ചോദ്യം 3. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വൈർലുഹു. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം തർജിം, പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1. ഹൈസുമാ കുന്തും ഫസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗ്നി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, നിശ്ചയം നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ അടുക്കൽ എത്തുന്നതാണ്. ചോദ്യം 2. ലാ യജ്തമിഉ ശുഹ്ഹു വൽ ഈമാനു ഫി ഖൽബി അബ്ദിൻ അബദ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരു അടിമയുടെയും ഹൃദയത്തിൽ ഒരിക്കലും ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല. ചോദ്യം 3. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുന്നു. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് സഹവസിക്കേണ്ടതെന്ന് നോക്കട്ടെ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. മുഅ്ജിസത്ത് മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് വ്യക്തമാക്കാം. ഉത്തരം: അസ മൂസ ഇദാ അൽഖാഹ സ്വാറത്ത് ഹയ്യത്തൻ അലീമത്തൻ വൈദാ അഖദഹ സ്വാറത്ത് അസൻ ലാ ഹയ്യത്തൻ. മൂസാ നബിയുടെ വടി താഴെയിട്ടാൽ അത് പാമ്പാകും, അഥവാ വലിയ പാമ്പാകും. അതിനെ പിടിച്ചാൽ അത് വടിയല്ല, വടിയായി തന്നെ മാറുന്നതാണ്, അഥവാ പാമ്പല്ലാതെ വടിയായി മാറും. ചോദ്യം 2. അത്തഖ്വ. തഖ്വ എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം: ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വഴിപ്പെടലും അള്ളാഹുവിൻ്റെ നിരോധനാജ്ഞകളെ വെടിയലുമാണ്. ചോദ്യം 3. അൽ ഹിസാബുൽ യസീർ. ഹിസാബുൽ യസീർ എന്നാൽ എന്താണ്? ഉത്തരം: ഫഹുവ അർളുൽ അമാലി അലൽ മുഅ്മിനി ഫയുഖിറു ബിഹാ വയഗ്ഫിറുല്ലാഹു ലഹു. മുഅ്മിനീങ്ങളുടെ മേലിൽ അമലുകളെ വെളിവാക്കലാണ്. അത് അംഗീകരിക്കുകയും അള്ളാഹു അവന് പുറത്തു നൽകുകയും ചെയ്യുക എന്നതാണ് ഹിസാബുൽ യസീർ, അഥവാ എളുപ്പമായ വിചാരണ. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം ഉക്തുബിൽ മായന, അർത്ഥം എഴുതാം എന്നതാണ്. സഹ്റത്തുൻ, പാറ. സഹ്റത്തുൻ, പാറ. ഷുഹുൻ, പിശുക്ക്. ഷുഹുൻ, പിശുക്ക്. അറഖുൻ, വിയർപ്പ്. അറഖുൻ, വിയർപ്പ്.
ജാരിയത്തുൻ അടിമ, ജാരിയത്തുൻ അടിമ അഥവാ അടിമപ്പെണ്ണ്. ബുവൈലത്തുൻ അണ്ടം, ബുവൈലത്തുൻ അണ്ടം. ഖരീനുൻ ചങ്ങാതി, ഖരീനുൻ ചങ്ങാതി. ഇമാത്തത്തുൻ നീക്കൽ, ഇമാത്തത്ത് നീക്കൽ. സഈദുൻ നിരപ്പായ സ്ഥലം, സഈദുൻ നിരപ്പായ സ്ഥലം. തസദ്ദി നേരിടൽ, തസദ്ദി നേരിടൽ. നമുക്ക് 2024 നടന്ന പൊതുപരീക്ഷയിലെ 10ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നക്തുബു സഹീഹ മിമ്മ ബൈനൽ ഖൗസൈൻ, കോളങ്ങളുടെ ഇടയിൽ സ്വഹീഹായത് എഴുതുക. അഥവാ ഓരോ ചോദ്യത്തിൻ്റെയും ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട്, അതിൽ ശരിയായത് ഏതാണോ അതെടുത്ത് എഴുതുക. നമുക്ക് ശരിയായ ഭാഗം തന്നെ എടുത്ത് വാചകം പൂർത്തിയാക്കി നോക്കാം. 1. വഹറുമ ഖബൂലുൽ വദിയത്തി അലാ മൻ യഅ്ജിസു അൻ ഹിഫ്ളിഹ. ചോദ്യം 2. വൽ ഖാലത്തു ഹിയ ഉഖ്തു ഉമ്മിക. ചോദ്യം 3. വതബ്തുലു അൽ വസിയത്തു ബിറുജൂഇൻ അനിൽ വസിയത്തി. ചോദ്യം 4. വയുസന്നു അൻ യൻവിയൽ മുതസവ്വിജു ബിന്നിക്കാഹി അസ്സുന്നത. ചോദ്യം 5. യഹ്റുമു മിനർ റളാഇ മാ യഹ്റുമു മിനൻ നസബി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സിൽ ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ്. ചോദ്യം 1. ഇഖ്ബാറു ശഖ്സി ബിഹഖിൻ അലൈഹി, ഇഖ്ബാറു ശഖ്സി ബിഹഖിൻ അലൈഹി. ചോദ്യം 2. അൽ ഉമ്മു മൻ വലദത്ക, അൽ ഉമ്മു മൻ വലദത്ക. ചോദ്യം 3. മിൻ ലവാസിമിൽ അദാലത്തി അൽ ഇസ്ലാമു, മിൻ ലവാസിമിൽ അദാലത്തി അൽ ഇസ്ലാമു. ചോദ്യം 4. വലിൽ മുതല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ്, വലിൽ മുതല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ്. ചോദ്യം 5. വലീമത്തുൽ ഉർസി സുന്നത്തുൻ മുഅക്കദത്തുൻ, വലീമത്തുൽ ഉർസി സുന്നത്തുൻ മുഅക്കദത്തുൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം തമ്മിം, പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. വയജൂസു നളുറു വജ്ഹിൽ മർഅത്തി ഇൻദൽ മുആമലത്തി വശഹാദത്തി. വയജൂസു നളുറു വജ്ഹിൽ മർഅത്തി ഇൻദൽ മുആമലത്തി വശഹാദത്തി. ഇടപാടിൻ്റെ സമയത്തും സാക്ഷിയുടെ സമയത്തും ഒരാൾക്ക് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ അനുവദനീയമാണ്. ചോദ്യം 2. അൽ അഖ്ദു ബി ദവാഹിരിൽ കിതാബി വസുന്നത്തി മിൻ ഉസൂലിൽ കുഫ്രി. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ബാഹ്യമായത് പിടിക്കൽ സത്യനിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. ചോദ്യം 3. അൽ മുതഅത്തു മാലുൻ യദ്ഫഉഹു അസ്സൗജു ലിമൻ ഫാറഖഹ ബിശുറൂത്തിൻ. ചില നിബന്ധനകളോടുകൂടി വേർപിരിഞ്ഞ ഭാര്യയ്ക്ക് ഭർത്താവ് നൽകുന്ന സമ്പത്തിനെയാണ് മുതഅത്ത് എന്ന് പറയുന്നത്. ചോദ്യം 4. വശുരിത ഫിൽ വലിയ്യി അദാലത്തുൻ വഹുരിയത്തുൻ വതക്ലീഫുൻ വദുകൂറത്തുൻ. വലിയിൽ ഷർത്താക്കപ്പെട്ടതാണ് നീതി ഉണ്ടാവുക, സ്വതന്ത്രനാവുക, തക്ലീഫ് അഥവാ കീർത്തനമുണ്ടാവുക, പുരുഷനായിരിക്കുക. ചോദ്യം 5. വയസിഹു തബർറുഉ ബിൽ മഹരി മിൻ മുകല്ലഫത്തിൻ. മുകല്ലഫത്തായ ഒരു സ്ത്രീ തനിക്ക് ലഭിച്ച മഹറിനെ നൽകൽ സ്വഹീഹാകുന്നതാണ്, സൗജന്യമായി നൽകൽ സ്വഹീഹാകുന്നതാണ്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം റത്തിബ്, ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിലായി നൽകിയ ഭാഗത്തെ ഓർഡറിലായി നൽകണം. നമുക്ക് നോക്കാം. ശരിയായ ഭാഗം
ചോദ്യം 1, ഇന്ന വുജൂബൽ മുതഅത്തി മിമ്മാ യഗ്ഫുലു അൻഹു അന്നിസാഉ. ചോദ്യം 2, അത്തഖ്ലീദു ഹുവ അഖ്ദു ഖൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം തർജിം, പരിഭാഷപ്പെടുത്താം എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1, യഹ്റുമു ബിർറളായി മാ യഹ്റുമു മിനൻ നസബി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കുടുംബ ബന്ധത്താൽ ഹറാമാകുന്ന സ്ത്രീകൾ മുലകുടി ബന്ധത്താലും ഹറാമാകും. ചോദ്യം 2, വയജിബു തഫ്രീഖു ബൈന ഇബ്നി 10 സിനീന വ അബവൈഹി ഫിൽ മൽജഇ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: 10 വയസ്സ് പ്രായമായ കുട്ടികളെ മാതാപിതാക്കളുടെ കൂടെ കിടത്താതിരിക്കൽ നിർബന്ധമാണ്. ചോദ്യം 3, വശുരിത ഫി സൗജതി ഖുലുവുൻ മിൻ നികാഹിൻ വഇദ്ദത്തിൻ മിൻ ഗൈരിഹി. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്: വിവാഹം ചെയ്യപ്പെടുന്നവളിൽ അവൾ മറ്റൊരുത്തൻ്റെ നിക്കാഹിലോ ഇദ്ദയിലോ അല്ലാതിരിക്കൽ ഷർത്താണ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം അജിബ്, ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, മൽ വദീഅത്തു. വദീഅത്ത് എന്നാൽ എന്താണ്? ഉത്തരം: അൽ വദീഅത്തു അഖ്ദുൻ യഖ്തളി അൽ ഇസ്തിഹ്ഫാള. സൂക്ഷിക്കലിനെ തേടുന്ന ഒരു ഉടമ്പടിയാണ് വദീഅത്ത്. ചോദ്യം 2, ബിമാ യുഖദ്ദറു അർരിബ്ഹു വൽ ഖുസ്റാനു ഫി ശിർക്കത്തി. ഷിർക്കത്തിൽ അഥവാ കൂറ് കച്ചവടത്തിൽ ലാഭവും പരാജയവും എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? ഉത്തരം: ബിഖദരിൽ മാലൈനി. 2 പേരുടെയും സമ്പത്ത് നോക്കിയിട്ടാണ്. ചോദ്യം 3, വൽ മുഖർറു ബിഹി ലർബാനി മാഹുമ. മുഖർറു ബിഹി 2 വിധമാണ്, ഏതെല്ലാം? ഉത്തരം: ഹഖുല്ലാഹി തആല വ ഹഖുൽ ആദമിയ്യി. 1 അള്ളാഹുവുമായുള്ള ഹക്ക്, 2 മനുഷ്യനുമായുള്ള ഹക്ക്, ബാധ്യത. ചോദ്യം 4, കം അർക്കാനു നിക്കാഹി വമാഹിയ. നിക്കാഹിൻ്റെ റുക്നുകൾ, ഫർളുകൾ എത്ര, ഏതെല്ലാം? ഉത്തരം: ഖംസത്തുൻ, 5 എണ്ണമാണ്. സൗജത്തുൻ, 1 ഭാര്യ. സൗജുൻ, 2 ഭർത്താവ്. വലിയുൻ, 3 വലിയ്. ഷാഹിദാനി, 4ാമത്തേത് 2 സാക്ഷികൾ. സീഗത്തുൻ, 5 സീഗ അഥവാ പദം. ചോദ്യം 5, മൻ തജിബു അലൈഹി അൽ ഇജാബത്തു ഫിൽ വലീമ. വലീമയിൽ അഥവാ വിവാഹ സദ്യയിൽ ഉത്തരം നൽകൽ നിർബന്ധമാണ് ആർക്ക്? ഉത്തരം: തജിബു അല ഗൈരി മഅദൂരിൻ ബി ഇഅദാറിൽ ജുമുഅത്തി വ ഗൈരി ഖാദിൻ. ഖാലി അല്ലാത്തവർക്കും ജുമുഅയുടെ കാരണങ്ങളാൽ കാരണമാക്കപ്പെട്ട അല്ലാത്തവർക്കും ക്ഷണിച്ചാൽ ഉത്തരം നൽകൽ നിർബന്ധമാണ്. ചോദ്യം 7, ഉക്തുബുൽ അഹ്കാം. വിധികൾ എഴുതുക. ചോദ്യം 1, നളറ കുല്ലി മിനസ് സൗജൈനി ബഅദൽ അസ്മി അലൻ നിക്കാഹിൽ ആഖരി സുന്നത്ത്. നിക്കാഹിനെ ഉറപ്പിച്ചാൽ അതിനുശേഷം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കൽ സുന്നത്താണ്. ചോദ്യം 2, അന്നളുറു വൽ മസ്ഉലിൽ ഇലാജി ഖദറുൽ ഹാജത്തി മുബാഹുൻ. ആവശ്യത്തിനനുസരിച്ച് ചികിത്സയ്ക്ക് വേണ്ടി സ്പർശിക്കൽ, നോക്കൽ എന്നിവ മുബാഹുൻ, അനുവദനീയമാണ്. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം ഉക്തുബിൽ മായന, അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1, ജാഹുൻ സ്ഥാനം. ജാഹുൻ സ്ഥാനം. 2, ഫിറാഖുൻ വേർപാട്. ഫിറാഖുൻ വേർപാട്. 3, ജുദാം കുഷ്ഠരോഗം. ജുദാം കുഷ്ഠരോഗം. 4, ഫിസ്കുൻ തമ്മാടിത്തം. ഫിസ്കുൻ തമ്മാടിത്തം. 5, തുഹ്മത്തുൻ തെറ്റിദ്ധാരണ. തുഹ്മത്തുൻ തെറ്റിദ്ധാരണ. 6, ആറാഉൻ അഭിപ്രായങ്ങൾ. ആറാഉൻ അഭിപ്രായങ്ങൾ. 2024 നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ
പൊതുപരീക്ഷയിലെ 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം മയ്യിസ് സ്വഹീഹ ബി അലാമത്തി സ്വഹീഹൻ. സ്വഹീഹായതിന് സ്വഹീഹ് എന്ന് അടയാളം നൽകുക. ചോദ്യം 1 അൽ ലാസിമു. ഇവിടെ പറഞ്ഞതിൽ ലാസിം ഏതാണ്? ലാ തംഷി എന്നതാണ് ലാസിം, അഥവാ മുത്തഅദ്ദി അല്ലാത്ത ഫീലാണ് ലാസിം. ചോദ്യം 2 അൽ ബദലു. ബദലിനുള്ള ഒരു ഉദാഹരണം. റഗീഫുൻ സുലുസുഹു. റഗീഫുൻ സുലുസുഹു. ചോദ്യം 3 അൽ ഹാലു. ഹാലിനുള്ള ഉദാഹരണം. ലാ തഅകുൽ മുത്തക്കിഅൻ. ലാ തഅകുൽ മുത്തക്കിഅൻ. ചോദ്യം 4 അൽ അലമു. അലമിനുള്ള ഉദാഹരണം. കതബ ഖാലിദുൻ. കതബ ഖാലിദുൻ. ചോദ്യം 5 അൽ മുലാഫു. മുലാഫിനുള്ള ഉദാഹരണം. ബൈത്തുല്ലാഹി. ബൈത്തുല്ലാഹി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബിൽ ഖത്അ സ്വഹീഹൻ. തെറ്റിനെ ശരിയാക്കി എഴുതുക. ചോദ്യം 1 ലൻ യർളാ. ലൻ യർളയ. ഇതിനെ ശരിയാക്കേണ്ടത് ലൻ യർളാ എന്നാണ്. ചോദ്യം 2 ദഹബ ഇലാ ബൈത്തി അഖീക ഉമ്മുക. ഇതിനെ ശരിപ്പെടുത്തേണ്ടത് ദഹബത്ത് ഇലാ ബൈത്തി അഖീക ഉമ്മുക എന്നാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി. യോജിച്ചവ ചേർത്ത് പൂർത്തിയാക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ ചോദ്യത്തിലും. അതിൽ നിന്ന് ശരിയായതിനെ മാത്രം എടുത്തെഴുതുക. നമുക്ക് ശരിയായ ഭാഗം നോക്കാം. ചോദ്യം 1 അൽ വലദു സ്വാലിഹു യദ്ഉ ലി അബവൈഹി. അൽ വലദു സ്വാലിഹു യദ്ഉ ലി അബവൈഹി. ചോദ്യം 2 അൽ കഅബത്തു ഷരീഫത്തു ഖിബ്ലത്തുന. ഷരീഫത്തു എന്നതാണ് ശരി. അൽ കഅബത്തു ഷരീഫത്തു ഖിബ്ലത്തുന. നേരത്തെ പറഞ്ഞതിൽ അൽ വലദു സ്വാലിഹു യദ്ഉ ലി അബവൈഹി. അവിടെ സ്വാലിഹ് എന്നുള്ളതാണ് ശരിയായ ഭാഗം. ചോദ്യം 3 ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഇവിടെ അല്ലദീന എന്നുള്ളതാണ് ശരിയായ ഭാഗം. ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ചോദ്യം 4 ഡേഷ് ഇലല്ലാഹി മർജിഉക്കും, അഥവാ ഇലല്ലാഹി മർജിഉക്കും. ഇവിടെ ഇല എന്നുള്ളതാണ് ശരി. ചോദ്യം 5 ലാ തഅകുൽ മുത്തക്കിഅൻ. ഇവിടെ മുത്തക്കിഅൻ എന്നാണ് വേണ്ടത്. ലാ തഅകുൽ മുത്തക്കിഅൻ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം കമ്മിലിൽ ബൈത്ത. ബൈത്ത് പൂർത്തിയാക്കുക. ചോദ്യം 1 അലാമത്തുൽ ഫിഅലിൽ മുഅദ്ദ അൻ തസ്വിൽ ഹാ ഗൈരി മസ്ദരിൻ ബിഹി നഹ്വു അമിൽ. ചോദ്യം 2 നഅതാനി തൗകീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇഅറാബി മിസ്ലുൽ അവ്വലി. ഇതിനെ ബൈത്ത് പൂർത്തിയാക്കി എഴുതുക. ബൈത്ത് എല്ലാ ബൈത്തുകളും കാണാതെ പഠിക്കുക. ഏതെങ്കിലും 1-2 ബൈത്തുകൾ നിർബന്ധമായും ഉണ്ടാകുന്നതാണ്. ചോദ്യം 5 ഹർരിക്കുമായ എത്തി. താഴെ കൊടുത്തവക്ക് ഹർക്കത്ത് നൽകുക. ഇവിടെ ഹർക്കത്ത് നൽകാതെ പദങ്ങൾ നൽകിയിട്ടുണ്ട്, വാചകങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ഹർക്കത്ത് നൽകി എഴുതണം. നമുക്ക് നോക്കാം. ഹാദാ കൽബുക ഇഹ്ബിസുഹു ഇഹ്ബിസുഹു. ഒന്നാമത്തത് ഹാദാ കൽബുക ഇഹ്ബിസുഹു ഇഹ്ബിസുഹു. ചോദ്യം 2 ലാ തഖറഇൽ ഖുർആന നായിസൻ. ലാ തഖറഇൽ ഖുർആന നായിസൻ. ചോദ്യം 3 അജ്ലസ്തുർ റജുല അലൽ കുർസിയ്യ്. അജ്ലസ്തുർ റജുല അലൽ കുർസിയ്യ്. ചോദ്യം 4 ഫമസഹ റഅസഹു ജമീഅഹു. ഫമസഹ റഅസഹു ജമീഅഹു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇക്തഷിഫി ഷാദ. ഷാദിനെ
നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അഥവാ ഇവിടെ ഓരോ ചോദ്യത്തിലും 3 പദങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 2 പദങ്ങൾ യോജിക്കുന്നതായിരിക്കും, 1 പദം യോജിക്കാത്തതായിരിക്കും. അത് നമ്മൾ ഏതാണ് എന്ന് നോക്കി യോജിക്കാത്ത പദത്തിലേക്ക് അഥവാ ഷാദായ പദത്തിലേക്ക് ടിക്ക് ചെയ്യുക. ചോദ്യം 1, നളുഫ സാല ഹസ്സന. ഇവിടെ സീൻ അഥവാ ഐൻ ഫീൽ ഇരട്ടിപ്പിച്ചു, അതുകൊണ്ടാണ്. മറ്റതെല്ലാം ലാസിമാണല്ലോ, അതുകൊണ്ട് ഇത് ഹസ്സന എന്നുള്ളത് നമ്മൾ ശരിയായി ടിക്ക് ചെയ്യണം. ചോദ്യം 2, സൈനുൽ ആബിദീൻ അസദുല്ലാ അബൂ ത്വാലിബ്. ഇവിടെ സൈനുൽ ആബിദീൻ എന്നുള്ളതും അസദുല്ല എന്നുള്ളതും ഇവിടെ ലഖബ് ആലമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ അബൂ ത്വാലിബ് എന്നുള്ളത് മാത്രം വേർതിരിയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരം അബൂ താലിബ് എന്നുള്ളതാണ് ശരി. സൈനുൽ ആബിദീൻ എന്നുള്ളതും അസദുല്ല എന്നുള്ളതും യോജിക്കുന്ന പദങ്ങളാണ്. ചോദ്യം 3, അൽ മുസ്ലിമൂന തഷ്കുറൂന യൻസുറൂന. ഇവിടെ അൽ മുസ്ലിമൂന എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ജമ്മു സാലിം, ജമ്മു മുദക്കർ സാലിമായി വരുന്നത്. ചോദ്യം 4, യക്റഹു യൻസുറു യുഗ്സലു. ഇവിടെ യക്റഹു എന്നുള്ളതും യൻസുറു എന്നുള്ളതും മുദാരി മഅറൂഫാണ്. എന്നാൽ യുഗ്സലു എന്നുള്ളത് മാദി മജ്ഹൂലാണ്. അപ്പം മാദി മജ്ഹൂലായ യുഗ്സലു എന്നുള്ളതാണ് ശരി. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം റത്തിബിൽ കലിമാത്ത്, പദങ്ങളെ ക്രമത്തിലാക്കാം എന്നതാണ്. ചോദ്യം 1, അതിൻ്റെ ഉത്തരം തന്നെ നമുക്ക് നോക്കാം. കതബ ജുനൈദുൻ ഇല അഖീഹി റിസാലത്തൻ. കതബ ജുനൈദുൻ ഇല അഖീഹി റിസാലത്തൻ. ജുനൈദ് തൻ്റെ സഹോദരനിലേക്ക് ഒരു കത്ത് എഴുതി. ചോദ്യം 2, ഹഉലാഇ ബനാതി ഇൻ കുൻതും ഫായിലീൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവർ എൻ്റെ മക്കളാണ്. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം ഉക്തുബിൽ കലിമാത്ത് മിനൽ ജുംലത്തി താലിയത്തി ഫിൽ ജദാവലിൽ മുനാസിബ. യോജിച്ച കോളത്തിൽ താഴെ ചേർത്ത ജുംലയിലുള്ള അഥവാ സെൻറ്റൻസിലുള്ള പദങ്ങളെ എടുത്തെഴുതുക. ഇവിടെ 3 ഉദാഹരണങ്ങളുണ്ട്. റഅയ്തു സബ്അ ബഖറാത്തിൻ സിമാനിൻ, ബിഅതു സയ്യാറത്തൻ ഖദീമത്തൻ, ലാ തംഷി ഫിൽ അർളി മറഹൻ. ഇതിൽ നിന്ന് നഅത്ത് ഏതാണ്, മനഅത്ത് ഏതാണ്, നക്കിറ ഏതാണ്, മഅരിഫ ഏതാണ്, ഹാല് ഏതാണ്, മുതഅദ്ദി ഏതാണ് എന്ന് എടുത്തെഴുതണം. നമുക്ക് നോക്കാം. നഅത്ത് സിമാനിൻ എന്നുള്ളത് ഖദീമത്തിൻ എന്നുള്ളതും നഅത്താണ്. മനഅത്ത് ബഖറാത്തിൻ സയ്യാറത്തൻ എന്നുള്ളതാണ്. നക്കിറ ബഖറാത്തിൻ സയ്യാറത്തിൻ എന്നുള്ളതാണ്. അൽ അർളി എന്നുള്ളത് മഅരിഫയാണ്. മറഹൻ എന്നുള്ളത് ഹാലാണ്. റഅയ്തു എന്നുള്ളതും ബിഅതു എന്നുള്ളതും മുതഅദ്ദിയും കൂടിയാണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ നിന്ന് ഓരോ പദത്തിനെയും ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കി ഇതിനെ മാറ്റേണ്ടതാണ്. ചോദ്യത്തിൻ്റെ 9ാമത്തെ ഭാഗം അജിബ്, ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഉക്തുബ് ഖംസത്തൻ മിമ്മ യുറബു ബിൽ അലാമാത്തിൽ ഫുറൂയ്യ. ഫുറൂയായ അടയാളങ്ങൾ കൊണ്ട് ഇഅ്റാബ് നൽകുന്ന 5 തരം ഇനങ്ങൾ ഏതെല്ലാം? 1 അൽ അസ്മാഉ സിത്ത, 2 അൽ മുസന്ന, 3 അൽ ജമുൽ മുദക്കറു സാലിം, 4 അൽ ജമുൽ മുഅന്നസു സാലിം, 5 ഗൈറു മുൻസരിഫ്, 6 അൽ അംസിലത്തുൽ ഖംസത്തു, 7 അൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിർ. ചോദ്യം 2, അഖ്സാമുൽ ബദലി കം ഹിയ വമാ ഹിയ.
ബദലിൻ്റെ ഇനങ്ങൾ എത്ര ഏതെല്ലാം? ഉത്തരം അർബഅത്തുൻ 4 എണ്ണമാണ്. 1 ബദല് കുല്ലിൻ മിൻ കുല്ലിൻ, കുല്ലിൽ നിന്ന് കുല്ലു ബദൽ. 2 ബദലു ബഅദിൻ മിൻ കുല്ലിൻ, കുല്ലിൽ നിന്ന് ബഅദു ബദൽ. 3 ബദലുൽ ഇസ്തിമാൽ, ഇസ്തിമാൽ ബദൽ. 4 അൽ ബദലുൽ മുബായിനു ലിൽ മുബദലി മിൻഹു, മുബദലു മിൻഹുക്ക് വേണ്ടി മുബായിനായ ബദൽ. മൂന്നാമത്തെ ചോദ്യം, ഉക്തുബ് ഖംസത്തൻ മിൻ അഖ്സാമിൽ മഅരിഫ, മഅരിഫൻ്റെ ഇനങ്ങളിൽ നിന്ന് 5 എണ്ണം എഴുതുക. ഉത്തരം അൽ-ലമാഇറു വൽ അലമു മൂന്ന് അൽ അസ്മാഉൽ ഇഷാറ, 4 അൽ മൗസൂലു, 5 അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി, 6 അൽ മുലാഫു ഇലാ വാഹിദിൻ മിമ്മ ദുക്കിറ. ഇത്രയാണ് മഅരിഫൻ്റെ ഇനങ്ങൾ. നമുക്ക് 2024 നടന്ന 10ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്തെഴുതാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങളെ താഴെ കൊടുത്ത വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് എഴുതണം. ചോദ്യം 1, ഫി ഖസാറത്തിൻ വഹലാക്കിൻ ഫി തദ്ലീൽ. ചോദ്യം 2, മുബ്ഗിലക, ചോദ്യം 2 മുബ്ഗിലക ഷാനിഅക. ചോദ്യം 3, ഫി ഉനുഖിഹാ, ഫി ഉനുഖിഹാ ഐ ഫി ജീദിഹാ. ചോദ്യം 4, ലയുത്റഹന്ന ഐ ലയുംബദന്ന. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബിൽ മായന, അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1, അസലുൻ തേൻ, അസലുൻ തേൻ. 2 ഗുബാറുൻ പൊടി, ഗുബാറുൻ പൊടി. 3 ദിമാഉൻ തലച്ചോർ, ദിമാഉൻ തലച്ചോർ. 4 കനീസത്തുൻ ചർച്ച്, കനീസത്തുൻ ചർച്ച്. 5 ഖസ്റുൻ മാളിക അല്ലെങ്കിൽ കോട്ട, കോട്ട അല്ലെങ്കിൽ മാളിക. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉക്തുബിൽ മഅന ബിൽ അറബിയ്യ, അർത്ഥം അറബിയിൽ തന്നെ എഴുതുക എന്നതാണ്. അഥവാ അറബി മലയാളത്തിൽ എഴുതിക്കൂടാ, അറബിയിൽ തന്നെ എഴുതണം ഈ ചോദ്യങ്ങൾക്ക്. ചോദ്യം 1, അല അയ്യി ജബലിൻ കല്ലമല്ലാഹു മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച, അഥവാ അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ച പർവ്വതം ഏതാണ്? ഉത്തരം തൂരി സീനീൻ പർവ്വതമാണ്. ചോദ്യം 2, ബക്ക ഇസ്നാനി ഹീന നസ്ലത്ത് സൂറത്തുൻ നസ്ർ മൻഹുമ, സൂറത്തുൻ നസ്ർ ഇറങ്ങിയപ്പോൾ 2 പേര് കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. 2 പേര് കരഞ്ഞു സൂറത്തുൻ നസ്ർ ഇറങ്ങിയപ്പോൾ. ആ 2 പേർ ആരാണ്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻ വൽ അബ്ബാസ് റളിയല്ലാഹു അൻ, ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുമാണ്. ചോദ്യം 3, ഫീമൻ നസല, ആരിലാണ് ആ സൂറത്ത് ഇറങ്ങിയത്? ഉത്തരം അറഅയ്തല്ലദീ യൻഹ, അറഅയ്തല്ലദീ യൻഹ എന്നുള്ള ഈ ആയത്ത് ഇറങ്ങിയത് ആരിലാണ്? ഉത്തരം ഫി അബീ ജഹലിൻ, അബൂജഹലിൻ്റെ വിഷയത്തിലാണ്. ചോദ്യം 4, ഇല ഐന കാനത്ത് രഹലത്തു ഖുറൈഷ് ഫി ഷിതാഇ, ഷിതാ കാലത്ത് ഖുറൈശികൾ അവരുടെ കച്ചവട സംഘത്തെ എവിടേക്കാണ് അയച്ചത്? ഉത്തരം ഇലൽ യമനി, യമനിലേക്കാണ്. ചോദ്യം 5, കല്ലാ സൗഫ തഅലമൂന,
മത്താ ഹാദൽ ഇൽമു, പിന്നീട് നിങ്ങൾ അറിയുന്നതാണ് ഈ അറിവ് എപ്പോഴാണ്? ഉത്തരം ഐന്ദൽ മൗത്തി, മരണ സമയത്താണ്. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഇംലഇൽ ഫറാഗ്, വിട്ട ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ചോദ്യം 1, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ചോദ്യം 2, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ സൂറത്തുൽ കാഫിറൂൻ വൽ ഇഖ്ലാസ് ഫി റകഅതൈ തവാഫി വറകഅതൈൽ ഫജ്രി വറകഅതൈനി ബഅദൽ മഗ്രിബി വഇൻദൻ നൗമി. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഫസ്സിർ ബിൽ അറബിയ, അറബിയിൽ തഫ്സീർ എഴുതുക. ചോദ്യം 1, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇതിൻ്റെ അറബി തഫ്സീറാണ്. ഹൽ തുഅരിഫു മൻ യുകദ്ദിബു ബിൽ മആദി വൽ ജസാഇ. ചോദ്യം 2, ഫി അമദിൻ മുമദ്ദദ, ഇതിൻ്റെ തഫ്സീറാണ്. തവീലത്തിൻ ലാ യസ്തതിഉ അൽ ഫിറാറ മിൻഹ. ചോദ്യം 3, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്. നഖുസ്സുക ബിൽ ഇബാദതി വൽ ഇസ്തിആന, നഖുസ്സുക ബിൽ ഇബാദതി വൽ ഇസ്തിആന. ചോദ്യം 4, വ ഇലാ റബ്ബിക ഫർഗബ്, ഇതിൻ്റെ തഫ്സീറാണ്. ഇജ്അൽ റഗ്ബതക ഇലാ റബ്ബിക ലാ ഇലാ അഹദിൻ സിവാഹു. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, അൽ ഇബാദത്തു, ഇബാദത്ത് എന്നാൽ എന്താണ്? അതിൻ്റെ നിർവചനം അഥവാ വ്യക്തമാക്കേണ്ടത്. ഹിയ ഇത്തിയാനു അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി ഖൽബൻ വഖാലബൻ. ചോദ്യം 2, അൽ അബ്തർ, അബ്തർ എന്നാൽ എന്താണ്? ഉത്തരം അൽ മുൻഖതിഉ അൻ കുല്ലി ഖൈരിൻ, അൽ മുൻഖതിഉ അൻ കുല്ലി ഖൈരിൻ. ചോദ്യം 3, അൽ ബൈതു ഫി ഖൗലിഹി തആല റബ്ബ ഹാദൽ ബൈത്ത്, റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞതിലുള്ള ബൈത്ത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം അൽ കഅബ, കഅബയെക്കുറിച്ചാണ്. ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം തർജിം, പരിഭാഷപ്പെടുത്താം എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1, ഫ ഉമ്മുഹു ഹാവിയ, അതിൻ്റെ അർത്ഥമാണ് അവൻ്റെ സങ്കേതം ചൂട് കൂടിയ നരകമാണ്, അവൻ്റെ സങ്കേതം ചൂട് കൂടിയ നരകമാണ്. ചോദ്യം 2, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? വരിക, വിറക് ചുമക്കുന്നവളായി അവൻ്റെ ഭാര്യയും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമക്കുന്നവളായി അവൻ്റെ ഭാര്യയും. ചോദ്യം 3, വറഫഅനാ ലക ദിക്റക്, തങ്ങളുടെ കീർത്തി തങ്ങൾക്ക് നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു, തങ്ങളുടെ കീർത്തി തങ്ങൾക്ക് നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ചോദ്യം 4, ഇന്ന മഅൽ ഉസ്രി യുസ്റ, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നിശ്ചയം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ചോദ്യം 5, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? പറയുക, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ തേടുന്നു. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നൽകാൻ തൗഫീഖ് നൽകട്ടെ.
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.